ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ 2 താലൂക്കിലെ 13 വില്ലേജുകൾ ഉൾപ്പെടെ കേരളത്തിലെ 9993.7 ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ട മേഖലയെ പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കി കരട് വിജ്ഞാപനമിറക്കി കേന്ദ്ര സർക്കാർ. കേരളമടക്കമുള്ള 6 സംസ്ഥാനങ്ങളിലെ 56,800 ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ടത്തെയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കി വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. എതിർപ്പുകളും നിർദ്ദേശങ്ങളും 60 ദിവസത്തിനകം അറിയിക്കണമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം 300-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ച വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിനു പിന്നാലെ ജൂലൈ 31-നാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ക്വാറി ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഖനനങ്ങൾക്കും കരട് വിജ്ഞാപനത്തിൽ പൂർണ്ണ നിരോധനം നിർദ്ദേശിക്കുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ നിലവിലുള്ള ഖനികൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും നിർദ്ദേശിക്കുന്നു. പുതിയ താപവൈദ്യുത പദ്ധതികളും ഇത് നിരോധിക്കുന്നു. നിലവിലുള്ള പദ്ധതികൾ തുടർന്നും പ്രവർത്തിക്കാമെന്നും എന്നാൽ വിപുലീകരണം അനുവദിക്കില്ലെന്നും കരട് വിജ്ഞാപനത്തിൽ പറയുന്നു. നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നവീകരിക്കുന്നതൊഴികെ വലിയ തോതിലുള്ള നിർമ്മാണ പദ്ധതികളും ടൗൺഷിപ്പുകളും ഇതിലൂടെ നിരോധനം വരും. വിജ്ഞാപനത്തിൽ ഗുജറാത്തിൽ 449 ചതുരശ്ര കിലോമീറ്റർ, മഹാരാഷ്ട്രയിൽ 17,340 ചതുരശ്ര കിലോമീറ്റർ, ഗോവയിൽ 1,461 ചതുരശ്ര കിലോമീറ്റർ, കർണാടകയിൽ 20,668 ചതുരശ്ര കിലോമീറ്റർ, തമിഴ്നാട്ടിൽ 6,914 ചതുരശ്ര കിലോമീറ്റർ എന്നിങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിട്ടുണ്ട്.